ഹലോ, ഇന്ന് നമ്മുടെ കയ്യിലുള്ള ജയ്പൂർ കോട്ടന്റെ മെറ്റീരിയലിൽ നിന്ന് ഞാനൊരു പാകിസ്ഥാനി കുർത്തയാണ് സ്റ്റിച്ച് ആക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഒരു കസ്റ്റമറിന് 3 മീറ്റർ കട്ടിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ ക്ലോത്ത് ഒന്ന് നിവർത്തിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത് മുഴുവനായിട്ട് അഴിഞ്ഞു വീണിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 3 മീറ്റർ കട്ട് ചെയ്തെടുക്കാം. ഇതൊരു മസ്റ്റാർഡ് യെല്ലോയിലാണ് ഈ ഒരു കളർ വരുന്നത്. പിന്നെ ഇതിനൊരു 120 രൂപയാണ് റേഞ്ച് വരുന്നത്. പെർ മീറ്റർ 120 രൂപ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്കിത് ഷോപ്പിൽ നിന്ന് തന്നെ, ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് തന്നെ ഈ ഒരു മടക്ക് വെച്ചിട്ടാണ് അവർ ഓരോ മീറ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. 3 മടക്കിൻ്റെത് വെച്ച് നോക്കിയിട്ടാണ് ഞാനിവിടെ 3 മീറ്റർ ഞാൻ കട്ടാക്കി എടുക്കുന്നത്. ഇതുപോലെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവേ. അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യാനിരുന്നത്. കട്ടിങ് എല്ലാം രാത്രി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനി കുർത്ത ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഞാനൊരു ലേസ് ബോർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതായത് നമുക്കിനിയിപ്പം മെഷർമെൻ്റ് ഒക്കെ നോക്കിയിട്ട് ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മുടെ ഏകദേശം ടോപ്പ് റെഡിയായിട്ടുണ്ട്. നമ്മൾ അടിവശം കൂടി ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുകയാണേ. ഒരു വീനക്കാണ് ഇതിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്കൊന്ന് നോക്കാവേ. ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. സ്ലീവിൻ്റെ എൻഡിലായിട്ട് തന്നെ ഞാൻ ആ ഒരു ലേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് കൈയൊരു ഫുൾ സ്ലീവാണ് വന്നിരിക്കുന്നത്.